ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം, പുരുഷന്മാർ മൊത്തത്തിൽ മോശക്കാരാണോ? രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ചാളുകൾ തെറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ പുരുഷന്മാരെ പറയും. ഇവന്മാരെല്ലാം അത് തന്നെ, പുരുഷനെന്ന് പറയുന്നവന്മാരെല്ലാം ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നം ഒരു പുരുഷന് വന്ന്, അപ്പോൾ അത് യൂട്യൂബിലൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ഞാൻ കണ്ടതാണ്. അവൻ ആളത്ര ശരിയല്ല, ഈ ആണുങ്ങളെ അത് തന്നെ മൊത്തത്തിൽ ഇവന്മാരാരും ശരിയല്ല എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു. പിന്നെ അത് കണക്ക് ചില സ്ത്രീകൾ പറയും, പക്ഷെ അവരെ അനുഭവം കൊണ്ടായിരിക്കും, അവരെ ഭർത്താവിൽ നിന്നും അനുഭവിച്ചത് കൊണ്ടായിരിക്കും അവർ പറയുന്നത്. ഈ ആണെന്ന് പറയുന്നവന്മാർ ശരിയല്ല, ഒരുത്തനെയും വിശ്വസിച്ചുകൂടാ എന്ന് പറയുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ. ചില പുരുഷന്മാർ പറയും സ്ത്രീകളും ശരിയല്ല, മൊത്തത്തിൽ ഉളുമാർ ശരിയല്ല എന്ന് പറയുന്ന പുരുഷന്മാരും ഉണ്ട് കേട്ടോ. അങ്ങനെ കമൻ്റ് ഇടുന്നവരും ഉണ്ട്. എന്നാൽ നമുക്കിന്ന് പുരുഷന്മാരെ പറ്റി സംസാരിക്കാം. അപ്പം മൊത്തത്തിലും പുരുഷന്മാരെ പറ്റി അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടോ. നല്ല മനസ്സുള്ള പുരുഷന്മാരും ഉണ്ട്. നമ്മളീ പറയുന്നവരൊന്ന് ചിന്തിക്കണം. നമ്മുടെ അച്ഛൻ പുരുഷനാണ്, നമ്മുടെ സഹോദരൻ പുരുഷനാണ്, നമ്മുടെ ഭർത്താവ് പുരുഷനാണ്, മകൻ പുരുഷനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ഇവരെയും കൂടിയാണ് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഈ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല. നല്ലതും കാണും, ചീത്തയും കാണും. അതേപോലെ തന്നെ സ്ത്രീകൾ നല്ലവരും കാണും, മോശം സ്ത്രീകളും കാണും, ഇല്ലേ? അപ്പം രണ്ട് തരക്കാരുണ്ട്. അത് ഏതിലായാലും ഒരു മാങ്ങ എടുത്താൽ നല്ല മാങ്ങയും കാണും, ചീത്ത മാങ്ങയും കാണും. ഒരു റോസാപ്പൂവിൽ കണ്ടില്ലേ മുള്ളുകൾ? റോസ കാണാൻ എന്ത് ഭംഗിയാണ്, അത് നമ്മൾ ചെന്ന് അറിയാതെ തട്ടിയാൽ മുള്ളു കൊള്ളും. അങ്ങനെ വ്യത്യാസങ്ങൾ പലതുണ്ട്. അതുപോലെയാണ് മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. നല്ലവനെയും ചീത്ത ആളുകളെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ കഴിയും നല്ല മനസ്സുള്ള പുരുഷന്മാരുണ്ട്. എനിക്കറിയാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. ഒരു 72 വയസ്സുള്ളൊരു മനുഷ്യൻ 3 മാസം ജയിലിൽ കിടന്നു. അദ്ദേഹം പറഞ്ഞു റൂമിൽ വെട്ടമുണ്ട്, ഒരു റൂമിനകത്ത് വെട്ടമുണ്ട്, ആ റൂമിലാണ് ഇരിക്കുന്നത്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റും, പുറം ലോകം കണ്ടിട്ടേയില്ല. ആ റൂമിൽ ഒരു ലൈറ്റുണ്ട്. 3 മാസം അവിടെ ഇരിക്കുകയായിരുന്നു ആ ജയിലിൽ. പക്ഷെ അദ്ദേഹമാണെങ്കിൽ നല്ല മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് ഒരു കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സേവനം ചെയ്യുന്ന മനുഷ്യനാണ്. ഭാര്യ മരിച്ചുപോയി, പിന്നെ മക്കളെ മാന്യമായി വളർത്തിയ മനുഷ്യനാണ്. പിന്നെ മക്കൾക്കറിയാം അച്ഛൻ മോശമല്ലെന്ന് നാട്ടുകാർക്കറിയാം. പക്ഷെ അങ്ങേരുടെ കഷ്ടകാല സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു അദ്ദേഹം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും. ആ കുട്ടി ഒരു കാമുകനുമായി പ്രേമമായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ ചെന്ന് പറയുമെന്നും പറഞ്ഞ് ഈ പെൺകുട്ടിയും കാമുകനും കൂടി ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കേസ് കൊടുത്ത് അദ്ദേഹത്തിനെ ജയിലിലാക്കി. അപ്പോൾ ജയിലിലാക്കിയതിന് ശേഷം വാദം വന്നപ്പോൾ ഈ പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞു, ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചിട്ടില്ല, പീഡിപ്പിച്ച എൻ്റെ കാമുകനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പോൾ ചാനലുകാരൊക്കെ അഭിമുഖം എടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആരും കുറ്റം ചെയ്തിട്ടില്ല, പോലീസുകാർ അവരുടെ ജോലി ചെയ്തു. ആ പെൺകുട്ടി അതിൻ്റെ പേടിച്ച് എൻ്റെ പേര് പറഞ്ഞു, കാമുകനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പേര് പറഞ്ഞു. ഞാൻ ആ കുട്ടീനെയും കുറ്റം പറയുന്നില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്കത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യമായിട്ടും അത് കേട്ടപ്പോൾ അത്രയും നല്ല ശുദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ആരോടും വിരോധമില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ആരോടും വിരോധമില്ല, എൻ്റെ മക്കൾക്ക് എന്നെ അറിയാം, എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം, ഞാനത് ചെയ്തിട്ടില്ലെന്ന് സത്യം തെളിഞ്ഞതിൽ സന്തോഷമെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോലും എന്തൊക്കെ പറഞ്ഞാനേന്നറിയാവൂ. ഞാൻ നിരപരാധിയെന്ന് അറിയുന്ന ആ സമയത്ത് മാധ്യമങ്ങൾ വന്നാൽ എൻ്റെ വായി വരുന്നതൊക്കെ ഞാൻ പറഞ്ഞാന്. പക്ഷെ ആ മനുഷ്യൻ അതൊന്നും പറഞ്ഞില്ല. അത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. സത്യമായിട്ടും എനിക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെയുണ്ടോ മനുഷ്യനെന്ന്. അത്രയും നല്ലൊരു മനുഷ്യൻ. എനിക്ക് ആ കുഞ്ഞിനോട് ദേഷ്യമാണ് തോന്നി, ആ പെൺകുട്ടിയോട്. മനസ്സുകൊണ്ട് ഞാൻ ആ പെൺകുട്ടിയെ ശപിച്ചു പോയി. പക്ഷെ അദ്ദേഹം ശപിച്ചില്ല. എന്നാലും അത് കേട്ട എൻ്റെ മനസ്സ് നൊന്തു. അങ്ങനെയുള്ള മനുഷ്യനുണ്ട്. അപ്പം നല്ലത് ചെയ്യുന്നവരുമുണ്ട്, ചീത്ത സ്വഭാവവും ഉള്ളവരുണ്ട്. നമ്മളെല്ലാവരെയും കൂടി ഒരേപോലെ ആവരുത്. എല്ലാവരും ഒരേ മനസ്സുള്ളവരാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ വീഡിയോ ചെയ്തത് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരടുത്തും ഇങ്ങനെ പറയുന്നവരടുത്തും വേണ്ടി മാത്രമാണ്.
എല്ലാവരും ഒരു സ്വഭാവക്കാരല്ല, പല സ്വഭാവക്കാരാണ്. നല്ലവരുമുണ്ട്, അതിൽ ചീത്തയും ഉണ്ട്. നമ്മളത് ഉൾക്കൊള്ളുക. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വരുന്നതാണ്.